ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം ഉസ്താദും താത്തിയുള്ള തമ്മിലുള്ള തർക്കങ്ങളാണ്. അതാണ് വിഷയം, ഉസ്താദും താത്തിയും. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ താത്താൻ്റെ കുറച്ച് വാക്കുകൾ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അത് കേട്ടിട്ട് അതിൻ്റെ കൂടെ എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം. ഓക്കെ. നൂല് പന്തിരിച്ചേനാ നിങ്ങൾ പറയുന്നത്, ഇല്ലെങ്കിൽ ഞാനൊരു ഡാൻസ് കളിച്ചേനാ പറയുന്നത്. ഇത്തിരി തലയിൽ തലച്ചോറുണ്ടോ അറിവ്? പിന്നെ നൂറെ ഹബീബ തങ്ങളെ അല്ല, സോറി, റസാ വ്ലോഗ് ഉസ്താദെ, നിങ്ങളെ പേര് അറിയാത്തോണ്ട് നിങ്ങളെ പേര് കിട്ടുന്നില്ല. നിങ്ങളെ പേര് പറഞ്ഞപ്പോ ഞാൻ ഇടലില്ലാലോ. റസാ വ്ലോഗ് ഉസ്താദെ, തലയിൽ തലച്ചോറുണ്ടോ നിങ്ങൾക്ക്? ഞാനൊരു നൂല് പന്തിച്ചേനാണോ എന്റെ മരക്കാരും നാട്ടുകാരും അല്ല എന്നെ പറയേണ്ടത്? നാണക്കേട് അവർക്ക് ആവേണ്ടത്. ഇങ്ങക്ക് അറിവുണ്ടോ ഉസ്താദെ? ഇങ്ങക്ക് വിവരമുണ്ടോ റസാ വ്ലോഗ് ഉസ്താദെ? ഇങ്ങക്ക് തലയും തലച്ചോറുണ്ടോ ഉസ്താദെ? ഇങ്ങക്ക് എന്റെ വലിയ റീച്ചുള്ള ഫോണ്, റീച്ചുള്ള വീഡിയോസ് നോക്കിയിട്ട് മില്യൺ കണക്കിന് ആള് കണ്ട വീഡിയോസ് അല്ലേ നിങ്ങളെല്ലാവരും കാണിച്ചോണ്ട്? ഇങ്ങക്ക് ആ മില്യൺ കണ്ടിട്ട് നിങ്ങൾക്ക് കുരുപൊട്ടി നല്ലോണം അല്ലേ? പിന്നെ അപ്പൊ ഇതൊക്കെയാണ് വിഷയങ്ങൾ. ആദ്യം തന്നെ ഈ വീഡിയോ ഞാനും നിങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ആദ്യം തന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്താ അറിയോ, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഉസ്താദിനെയാണ്. ഞാൻ ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതിന് കാരണമുണ്ട്. തെറ്റ് ചൂണ്ടിക്കാണിച്ച് ആ ഉസ്താദിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് സപ്പോർട്ട് കിട്ടുന്നതും ഉസ്താദിന് തന്നെയാണ്. കാരണം ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റ് അങ്ങനെയല്ല ഇങ്ങനെയാണ് ഉമ്മ എന്ന് വിളിച്ചു പറയണം ആ ഉസ്താദിനെയാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത്. ആ ഉസ്താദിൻ്റെ കൂടെയാണ് ജനങ്ങൾ നിൽക്കുന്നത്. ഈ ഒരു താത്തക്ക് അത് മനസ്സിലാവണില്ലല്ലോ അല്ലേ? ഈ വീഡിയോൻ്റെ അടിയിൽ വന്ന 99.9% കമൻറ്റുകളും ഉസ്താദിന് അനുകൂലിച്ചിട്ടാണ് കമൻറ്റ് വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇത്താത്തനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒന്നോ രണ്ടോ വിവരമില്ലാത്ത ആൾക്കാർ മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കമൻറ്റുകൾ മൊത്തം. ഇത്തരം വീഡിയോകൾക്കടിയിൽ മൊത്തം ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻറ്റുകളാണ് വന്നിട്ടുള്ളത്. കാരണം ഈ താത്ത പറയണല്ലോ, നിങ്ങൾക്ക് തല ഉണ്ടോ ഉസ്താദെ, നിങ്ങൾക്ക് തലച്ചോറുണ്ടോ ഉസ്താദെ? എത്രത്തോളം മോശമായ വാക്കുകളാണ് ഒരു പണ്ഡിതൻ്റെ നേരെ അത്താത്ത. അപ്പോൾ അവിടെ തന്നെ മനസ്സിലാവും ആരൊക്കെയാണ് വിവരമില്ലാത്തത്, ആരൊക്കെയാണ് തല ഇല്ലാത്തത്, തലൻ്റെ ഉള്ളിൽ തലച്ചോറില്ലാത്തത് ആരൊക്കെയാണെന്നുള്ളത് ഈ ഒരു വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? ഇത്താത്താൻ്റെ ഈ തുള്ളിച്ചാട്ടങ്ങളൊക്കെ കണ്ടിട്ട് ഒരു 5 മില്യൺ അടിച്ചിട്ട് ഉസ്താദിന് അസൂയ. ആർക്ക് വേണം ഇത്താത്ത ഇന്നത്തെ കാലത്ത് ഒരു 5 മില്യൺ? നിങ്ങൾക്ക് ആകെ 1 മില്യൺ ആണോ അടിച്ചത്? എത്ര മില്യനാണ് നിങ്ങൾക്ക് വേണ്ടിയത്? മില്യണൊന്നും ഇപ്പം ആരും നോക്കൂല. എന്ത് മില്യണ്? ആർക്ക് വേണം മില്യന്? ആദ്യമൊക്കെ മില്യൺ അടിക്കുമ്പോൾ നമുക്കൊരു അതിശയമായിരിക്കും. ഒരുപാട് മില്യണുകൾ അടിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ കളിക്കുന്നത്. അതുകൊണ്ട് മില്യണൊന്നും വലിയ സംഭവമല്ല. മില്യൺ അടിച്ചത് കണ്ട് അസൂയ മുത്തിട്ട് അല്ലേ ഉസ്താദ് അത് വെച്ച് വൈറലാക്കുക, എന്തൊക്കെയാണോ വിളിച്ചു പറയണത്. ഒരു കാര്യം കൂടി സംസാരിക്കാണ്ട്. താത്താൻ്റെ ഓരോ വീഡിയോകളാണ്. അപ്പം ഇങ്ങനത്തെ കോമാളികളൊക്കെ കളിച്ച് തുള്ളിച്ചാടി നടക്കണ നിങ്ങൾ മന്ത്രിച്ച് കൊടുക്കുന്നതാണോ? 5 നേരം വാങ്ങു കൊടുത്ത് കറക്റ്റായി പെട്ടെന്ന് നിസ്കരിച്ച് ജനങ്ങൾക്ക് അല്ലേ, നമുക്കൊക്കെ ചെറുപ്പകാലത്ത് ദീന് പഠിപ്പിച്ച് തരുന്ന ഉസ്താദുമാർ മന്ത്രിച്ച് തരുന്നതാണോ ജനങ്ങൾ സ്വീകരിക്കുക? നിങ്ങളൊരു മന്ത്രിച്ച് ഊതലും ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട താത്ത വളരെ മോശമാണ്. എന്ത് പ്രതികരിച്ചിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായില്ലേ? ഓരോ ദിവസവും ഓരോ കണ്ടന്റുകൾ കിട്ടും, അത് വെച്ച് വീഡിയോ ഉണ്ടാക്കിയിട്ട് ഞാനും നിങ്ങളും സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞു പോകുക അല്ലാതെ മറുവശം ഒന്ന് റെഡിക്ക് ചിന്തിച്ചു നോക്കുക അല്ലേ? ഓരോ കോമാളിത്തരത്തിനും തെറ്റുകൾ കണ്ടാൽ തിരുത്തുന്ന ഉസ്താദ്, ആ ഉസ്താദിനാണ് ഇന്ന് കയ്യടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു വകുപ്പിലില്ല. മനസ്സിലായില്ലേ? അപ്പോൾ കോമാളികൾ കളിച്ച് ഓരോ വിഡ്ഢിത്തങ്ങൾ വിളിച്ച് പറയണ ഇന്ന് നമ്മളെ ജനങ്ങൾ ഓരോന്ന് തിരികേറ്റി തരും. മനസ്സിലായില്ലേ? അപ്പോഴത്തുനിന്ന് നമ്മളെ പറ്റി ആൾക്കാർ മോശമായി സംസാരിക്കുകയും ചെയ്യും. അതാണ് ജനങ്ങൾ. അപ്പോൾ താത്ത മനസ്സിലാക്കുക, ഉസ്താദിന് തല ഉണ്ടോ, ഉസ്താദിന് തലച്ചോറുണ്ടോ, ഉസ്താദിന് ബുദ്ധിയുണ്ടോ? വെറുതെ നമ്മളെ നിലവാരം നമ്മൾ ഒഴിവാക്കി കളയണ്ട. മനസ്സിലായില്ലേ? ജനങ്ങൾക്കറിയാം ആരാണ് ശരിയെന്നും ആരാണ് തെറ്റെന്നും. ഏതായാലും വിലപ്പെട്ട നല്ല കമൻറ്റുകൾ വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഞാൻ ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരിക്കലും താത്താനെ ഞാൻ സപ്പോർട്ട് ചെയ്യൂല. മനസ്സിലായില്ലേ? ഒരിക്കലും നമ്മളൊന്നും ഒരംശം പോലും ഒരു ദീനപരമായിട്ട് നമുക്കൊന്നും അറിയാത്ത ആൾക്കാരാണ്. എന്നിട്ട് ആ ഉസ്താദിനാണ് വെല്ലുവിളിക്കുന്നത്. വിവരമുണ്ടോ, തല ഉണ്ടോ, തലച്ചോറുണ്ടോ? അവിടെ തന്നെ മനസ്സിലാവും ആർക്കാണ് തലച്ചോറില്ലാത്തതെന്നുള്ളത് അല്ലേ? നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.